ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭയപ്പെടുത്തിയ പേര്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പോർക്കളങ്ങളിൽ വെടിയുണ്ടകളെക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് വിപ്ലവത്തിന്റെ കനൽ കോറിയിട്ട പോരാളി, അധിനിവേശത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അറുത്തെറിയാൻ അവതരിച്ച അഗ്നി നക്ഷത്രം, മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിലെ മൗലവി എന്നറിയപ്പെട്ട അദ്ദേഹം വെറുമൊരു മതപണ്ഡിതനായിരുന്നില്ല. വാക്കുകൾ കൊണ്ട് ജനലക്ഷങ്ങളെ ഉണർത്തുകയും വാളുകൾ കൊണ്ട് ശത്രുവിനെ വിറപ്പിക്കുകയും ചെയ്ത സൈനിക തന്ത്രജ്ഞനായിരുന്നു. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടും മുമ്പ് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഈ മണ്ണ് വിദേശികളുടേതല്ല എന്ന സന്ദേശം കാട്ടുതീ പോലെ പടർത്തി. 1857 തുടക്കത്തിൽ ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ചപ്പാത്തികളിൽ രഹസ്യ സന്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ബ്രിട്ടീഷ് ഏജന്റുമാർ സംശയിച്ചു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും രാത്രിയുടെ മറവിൽ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ കണ്ണ് വെട്ടിച്ച് ഗ്രാമങ്ങൾ തോറും അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് തുടർന്നു. രാത്രികാലങ്ങളിലെ ഈ രഹസ്യ നീക്കം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തി. ഈ നിശബ്ദ സന്ദേശം തങ്ങൾക്കെതിരെ വരാനിരിക്കുന്ന ഒരു മഹാവിപത്തിന്റെ അഗ്നിപർവ്വതമാണെന്ന് അവർ ഭയപ്പെട്ടു. മൗലവി അഹമ്മദുള്ള ഷായുടെ ബുദ്ധിയിലുദിച്ച ഈ തന്ത്രം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിന് അദ്ദേഹം വേഗത വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടർന്നു. പക്ഷേ കാറ്റിന് തളയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ ഓരോ തവണയും അദ്ദേഹം വഴുതിപ്പോയി. ഒടുവിൽ വിപ്ലവത്തിന്റെ കാഹളം മുഴങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തടവിലാക്കാൻ അവർക്കായി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 1857 മെയ് മാസം വിപ്ലവത്തിന്റെ ശംഖുലി മുഴങ്ങി. മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. വിപ്ലവകാരികൾ തടവറകൾ തകർത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചു. അവിടെ തുടങ്ങി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പതനം. ലക്നൌവിലെ ചിൻഹാട്ട് യുദ്ധത്തിൽ ഹെൻറി ലോറൻസിന്റെ നേതൃത്വത്തിലുള്ള വൻ സൈന്യത്തെ മൗലവി നയിച്ച വിപ്ലവകാരികൾ നിലംപരിശാക്കി. തോൽവി എന്തെന്നറിയാത്ത ബ്രിട്ടീഷ് സൈന്യം ജീവനും കൊണ്ടോടി. ലക്നൌവിലെ തെരുവുകളിൽ വിപ്ലവകാരികളുടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയപ്പോൾ ഗവർണർ ജനറൽ കാനിങ് കപൂർ നാണക്കേടുകൊണ്ട് തലകുനിച്ചു. പോരാട്ടത്തിൽ തോറ്റോടേണ്ടി വന്നതിന് പ്രതികാരമായി മൗലവി അഹമ്മദുള്ള ഷായെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ അപമാനിച്ചു. അദ്ദേഹത്തെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 വെള്ളി നാണയങ്ങൾ പാരിതോഷികം പ്രഖ്യാപിച്ചു. യുദ്ധക്കളത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്ത ആ പോരാളിയെ അവർ നേരിട്ടത് വഞ്ചനയുടെ കറുത്ത കരങ്ങൾ കൊണ്ടാണ്. ചിതറിപ്പോയ തന്റെ പോരാളികളെ ഒരുമിച്ച് ചേർക്കാൻ അദ്ദേഹം പ്രാദേശിക രാജാക്കന്മാരുടെ സഹായം തേടി. പോവനിലെ രാജാവായ ജഗന്നാഥ് സിംഗിനെ കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. 1858 ജൂൺ 5 ചർച്ചക്കായി തന്റെ ആനപ്പുറത്ത് അദ്ദേഹം കോട്ടവാതിൽക്കിലെത്തി. കോട്ടവാതിൽ തുറക്കുമെന്ന് കരുതി അദ്ദേഹത്തിന് തെറ്റി. മറഞ്ഞിരുന്ന് തൊടുത്ത ചതിയുടെ വെടിയുണ്ടകളിൽ ആ സിംഹം നിലംപതിച്ചു. അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ ആ പോരാളി വീരമൃത്യു വരിച്ചു. 50,000 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ വിറ്റ ജഗന്നാഥ് സിംഗ് ചരിത്രം ആ പേര് രേഖപ്പെടുത്തിയത് രാജാവായല്ല, മറിച്ച് ഭാരതത്തിന്റെ മാറിൽ ചതിയുടെ കത്തികുത്തിയിറക്കിയ വിശ്വാസവഞ്ചകനായാണ്. മരണത്തിന് ശേഷവും വെള്ളക്കാർ അദ്ദേഹത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി ദഹിപ്പിക്കുകയും ചാരം പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കുകയും ചെയ്തു. അധിനിവേശത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അറുത്തെറിയാൻ പോരാടിയ ആ വിപ്ലവവീര്യം സിരകളിൽ ദേശസ്നേഹത്തിന്റെ തീ പടർത്തുന്ന ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നു.